نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധി സൂക്ഷിച്ചും അള്ളാഹുവിന്റെ കൽപ്പനകളും വിലക്കുകളും ജീവിതത്തിലുടനീളം പാലിച്ചും ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ശ്രദ്ധിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊരു വിഷയം പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു, കുടുംബവുമായി ബന്ധപ്പെട്ട്, കുടുംബം, വിവാഹം, ജീവിതം. അപ്പോൾ അതിനിടക്ക് കഴിഞ്ഞ ആഴ്ച നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെട്ടും നമ്മുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അവിടെ ഒരു ബ്രേക്ക് വന്നു. നമ്മളപ്പോൾ അതിൻ്റെയൊക്കെ വീണ്ടും തിരിച്ചു പോവുകയാണ്. ഏതാനും ആഴ്ചകൾ കൂടി നമുക്ക് ആ കാര്യങ്ങൾ പറയേണ്ടി വരും. ഇപ്പോൾ വിവാഹം എന്ന ആ ഒരു കർമ്മത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അവസാനമായിട്ട് വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും, നിങ്ങളിൽ വിവാഹപ്രായമെത്തിയിട്ടുള്ളവർക്ക് നിങ്ങൾ വിവാഹം കഴിപ്പിക്കണം എന്ന് ഖുർആനിന്റെ കൽപ്പന. അപ്പൊ അതാണ് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത്. അപ്പൊ ഇതിങ്ങനെ അകാരണമായിട്ട് നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല. പുരുഷന്മാരാവട്ടെ, സ്ത്രീകളാവട്ടെ, ആൺകുട്ടികളാവട്ടെ, പെൺകുട്ടികളാവട്ടെ, ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ് നീട്ടി കൊണ്ടുപോയിട്ട് അതുവഴി ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ അങ്ങനെ ഉണ്ടാവരുത് എന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിൽ അല്ലാഹു തആല പറഞ്ഞ ആ ആയത്തിലെ ഒരു കാര്യമുണ്ട്, ഈ യകൂനു ഫുഖറാ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലി. ഇവര് ദരിദ്രരാണെങ്കിൽ, അതായത് ദാരിദ്ര്യം, സാമ്പത്തിക പ്രശ്നമാണ് കല്യാണത്തിന് നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഐശ്വര്യം തരും. അങ്ങനെ നിങ്ങളൊരു വലിയ സൽക്കർമ്മത്തിനും ദീനിന്റെ വലിയൊരു ബാധ്യത പൂർത്തീകരിക്കാനും വേണ്ടി നിങ്ങൾ പുറപ്പെടണം. അപ്പൊ അല്ലാഹു തആല നിങ്ങളെ സഹായിക്കും. ഇതിന്റെ വിശദീകരണം എന്നോണം നമുക്ക് ഹദീസുകളിൽ കാണാം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരാൾ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചാൽ അവനെ സഹായിക്കുക എന്നത് അല്ലാഹു തആല തന്റെ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ ഈ കുറച്ചൊന്ന് സെറ്റാവട്ടെ നമ്മൾ പറയുന്ന വാക്കുകളാണ്. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് കല്യാണം നീട്ടി കൊണ്ടുപോകും. അതല്ല, ഒരു വിധമായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇറങ്ങി പടച്ച റബ്ബിൽ തവക്കുലാക്കിയിട്ട് ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് ഇവർക്ക് ഐശ്വര്യം കൊടുക്കും. അങ്ങനെ ഒരേ അനുഭവങ്ങളുണ്ട്, നമുക്കറിയാവുന്നതാണ് അല്ലെ. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അയാൾക്കൊരു ബർക്കത്ത്, അവനൊരു ബർക്കത്ത് അവന്റെ ജീവിതത്തിൽ, അവന്റെ ജോലിയിൽ, കാര്യങ്ങൾ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുകയാണ്. മനുഷ്യനല്ലേ,
ചോരയും നീരുമുള്ള മനുഷ്യരാണ്. ആ പ്രായമാണ് ഒരു പ്രായം. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും എന്താ പറയാ നല്ല ഒരു പ്രായത്തിലൂടെ കടന്നുപോകുക. അപ്പൊ കണ്ണും കാതും മനസ്സും ചിന്തയും ഒക്കെ ഇതൊക്കെ തെറ്റിന്റെയും കുറ്റത്തിന്റെയും മാർഗത്തിൽ നിന്ന്, വഴിയിൽ നിന്ന് നേരായ മാർഗത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കണം. അപ്പൊ അങ്ങനെ ജീവിക്കാൻ വേണ്ടി അതിലേക്ക് സഹായകമാകുന്ന രൂപത്തിൽ ഒരാൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ ഖൈറും ബർക്കത്തും അവനുണ്ടാകുന്നു. ഇതാണ് ഈ ആയത്തിലുള്ള സംഗതി. ആ ഹദീസുകൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ വിഷയത്തിലേക്ക് ഒരു ലിങ്ക് കിട്ടാൻ വേണ്ടി ഇത്രയും കൂടി പറഞ്ഞതാണ്. ഇത് പറഞ്ഞിട്ട് ഇനി പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വിവാഹവുമായി ബന്ധപ്പെട്ട കുറച്ച് അതിന്റെ രീതികളും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് നമുക്കറിയാം. എന്താണ് വിവാഹത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട കാര്യം? വിവാഹം ശരിയാവാൻ 3 ഷർത്തുകളുണ്ട്. 3 ഷർത്തുകൾ, 3 നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ഉണ്ടായാൽ വിവാഹം ശരിയാവും. ഒന്ന്, പുരുഷൻ മഹർ കൊടുക്കണം സ്ത്രീക്ക്. മെഹർ നമ്മൾ പറയാം, മെഹറല്ല മഹർ, ഹായാണ് മഹർ. മഹർ കൊടുക്കണം. മഹർ നിശ്ചയിക്കുകയല്ല, കൊടുക്കണം. പിന്നെ തരാന്ന് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ മഹർ നിശ്ചയിച്ചത് അവരെ തൃപ്തിപ്പെടണം, അവർക്കാണ് അതിന്റെ അവകാശം എന്നാണ്. മഹർ എത്രയാണെന്നും സ്ത്രീ പറയണമെന്നാണ്. അവർ പറയുന്ന അത്രയും മഹർ പുരുഷൻ കൊടുക്കാൻ പറ്റണം എന്നാണ്, കൊടുക്കണം എന്നാണ്. അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്നാണ്. പക്ഷെ അങ്ങനെയൊന്നും സാധാരണഗതിയിൽ പറയാറില്ല. മഹർ നിശ്ചയിക്കുക ഒരു ന്യായമായ രൂപത്തല്ലേ, പരസ്പരം പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട്. അപ്പൊ അങ്ങനെ നിശ്ചയിക്കുന്ന മഹർ കൊടുക്കുക എന്നുള്ളതും അല്ലെ മഹർ നിശ്ചയിച്ചുറപ്പിക്കുക എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, പെൺകുട്ടിയുടെ വലിയാണ് പെൺകുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോവുക, ഇഷ്ടമുള്ളതുപോലെ ആ ഒരു സംഗതിയില്ല. പെൺകുട്ടികൾ എന്നും സുരക്ഷിതരായിരിക്കണം, ഉത്തരവാദിത്വത്തോടുകൂടി. യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും അവരുടെ ജീവിതത്തിൽ ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥ, എന്നിട്ട് ആർക്കും കൈവക്കാവുന്ന, ആർക്കും ഉപദ്രവിക്കാവുന്ന, ആർക്കും കശക്കേറിയാവുന്ന ഒരു സാഹചര്യം ഒരു സന്ദർഭത്തിലും പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് വിവാഹമാണെങ്കിൽ പോലും ഉത്തരവാദിത്വത്തോടെ വലിയ, പിതാവാണെങ്കിൽ പിതാവ്, അല്ലെങ്കിൽ ആരാണോ രക്ഷാധികാരി ആ രക്ഷാധികാരി കൈപിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കണം. അത് വിവാഹത്തിലെ ഷർത്താണ്. അതുപോലെ തന്നെ അവിടെ 2 സാക്ഷികൾ വേണം, അല്ലെ? 2 സാക്ഷികൾ ചുരുങ്ങിയത് വേണം. കൂട്ടത്തിലൊരു കാര്യം കൂടിയുണ്ട്, ഞാനത് സ്വീകരിച്ചു എന്ന് സമൂഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഈ ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് വിവാഹം നടക്കും. അങ്ങനെയാണ് വിവാഹമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഒരു അറിവിന് വേണ്ടി ഞാൻ വെറുതെ ഒന്നും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പറയേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത്ര ലളിതമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സംഗതിയാണ് വിവാഹം. അത്രയോ വിവാഹമുള്ളൂ. പിന്നെ അതോടനുബന്ധിച്ചുകൊണ്ട് പിന്നെ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സദ്യ, ഒരു പാർട്ടി, ഒരു പരിപാടിയൊക്കെ ഉണ്ടാവാം. ഈ സദ്യയും പാർട്ടിയും പരിപാടിയും എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ നമുക്കൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. ഔലിം വലൂബി ഷാത്തിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു സദ്യ, വിവാഹ പാർട്ടി നടത്തൽ സുന്നത്താണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോടാണ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരികയാണ്. അപ്പൊ ശരീരത്തിൽ ഒരു സുഗന്ധം പൂശിയതിന്റെ പാട് കണ്ടപ്പോ എന്താണ് ഇതെന്ന് ചോദിക്കാം. അപ്പൊ ഇന്നലെ എന്റെ കല്യാണമായിരുന്നു എന്ന് പറയും. കല്യാണം കഴിച്ചു? ആ കഴിച്ചു. എന്താണ്? മഹർ കൊടുത്തില്ലേ? മഹർ കൊടുത്തു. ഒരു ഈത്തപ്പഴക്കുരുവോളം സ്വർണം മഹർ കൊടുത്തു. നറക്കല്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഔലിം വലൂബി ഷാത്തിൻ. എങ്കിൽ ഇനി നീ താങ്കൾ എന്ത് ചെയ്യണം? ഒരു ആടിനെ അറുത്തിട്ടെങ്കിലും ഒരു പാർട്ടി ഞങ്ങൾക്കൊക്കെ തരണം എന്ന് പറയണം. അങ്ങനെ അതവിടെ സംഭവിക്കാം. അപ്പൊ അതാണ് വിവാഹ പാർട്ടി എന്ന് പറഞ്ഞാൽ. കല്യാണം നടന്നു കഴിഞ്ഞാൽ ഒരു സൽക്കാരം അല്ലെങ്കിൽ ഒരു വലീമ എന്നാണ് പറയുന്നത്. ഈ വലീമ സുന്നത്താണ്. ഈ സുന്നത്തായിട്ടുള്ള വലീമ നടക്കണം. പക്ഷെ ഈ സുന്നത്തായിട്ടുള്ള വലീമ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ? അത് പോയി ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ അത് ഏത് രൂപത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്? 2 കുഴപ്പങ്ങളാണ് നമ്മുടെ കല്യാണങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ എന്റെ ഒരു നിരീക്ഷണത്തിൽ ഇത് നമുക്കാണ് കൂടുതൽ അബദ്ധം സംഭവിച്ചിരിക്കുന്നത്. എന്തോരം നിയമങ്ങളുള്ള, എന്തോരം നിർദ്ദേശങ്ങളുള്ള, എന്തോരം അധ്യാപനങ്ങളും പാഠങ്ങളുമുള്ള
എന്തുമാത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സമൂഹം ഇതിനൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല. ഈ കല്യാണത്തോടനുബന്ധിച്ചപ്പോ നമ്മുടെ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളെന്നും പറയാൻ പറ്റൂല, അനാചാരങ്ങളും ദുരാചാരങ്ങളുമാണ്. അത് എവിടുന്ന് തുടങ്ങുന്നറിയോ? ഈ പെണ്ണ് കാണുക എന്ന് പറഞ്ഞൊരു ചടങ്ങ് പല വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണാം. പല സുഹൃത്തുക്കളും നമുക്ക് പല ഭാഗത്തുണ്ട്. അവരോടൊക്കെ നമ്മൾ ചോദിക്കും, എന്താ നിങ്ങളുടെ നാട്ടിൽ ഈ നടക്കുന്നത്? ഒരുപക്ഷെ നമ്മുടെ നാട്ടിലേക്ക് അതിങ്ങനെ മെല്ലെ മെല്ലെ അരിച്ചെത്തുന്നേ ഉള്ളൂ. ചില ഭാഗത്തിപ്പോ പറയാണ്ടില്ലേ, പെണ്ണ് മിഠായി കൊടുക്കാൻ പോവാ, എന്തോ ഒരു ജാഥ പോകുന്ന പോലെ കുറേ ആളുകൾ ചോക്ലേറ്റിന്റെ വലിയ ബണ്ടലുകൾ അങ്ങനെ ഗോപുരം പോലെ പിടിച്ചിട്ട് കുറേ ആളുകൾ എവിടേക്കായി പോകുന്നത്? ഇത് പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് മിഠായി കൊടുക്കൽ ചടങ്ങാണ്. മിഠായി കൊടുക്കുക, ഒരു ലോഡ് ചോക്ലേറ്റോ അല്ലെങ്കിൽ മിഠായിയോ അത് ഒമ്പിച്ച്, പിന്നെ അതുപോലുള്ള എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ. വിവാഹം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നടക്കാത്ത തോന്നിയാസങ്ങളില്ല. തലേ ദിവസം കുടിച്ചു കൂത്താടണം. എനിക്കറിയാവുന്ന ഒരു കേസിൽ പുയ്യാപ്പിളനെ പിറ്റേന്ന് തല്ലി, ചക്കന്മാര് എന്നതിന് പറയാം, ചെക്കന്മാര് കൂടിയിട്ട് തല്ലി. അതൊക്കെ പ്രയോഗങ്ങൾ. എന്തിനാ ഈ ചെക്കന്മാര് തല്ലിയതെന്ന് വെച്ചാല് തലേന്ന് കുടിക്കാനുള്ള കുപ്പിന്റെ കാശ് ഓൻ കൊടുത്തില്ല. തലേന്ന് കുടിച്ചു കൂത്താടാനുള്ള കാശ്, കുപ്പിന്റെ കാശ് ഇവൻ കൊടുക്കും. ഇവൻ കൊടുത്തിട്ടില്ലെങ്കിൽ അവന് പിറ്റേന്ന് അടിക്കും. ഇത് ഒരു ഭാഗത്ത് നടക്കാം. വേറൊരു ഭാഗത്ത് ഇതിനോടനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പൊ JCB-യിൽ പുയ്യാപ്പിള പോകുക എന്നൊക്കെ കണ്ടിട്ടുണ്ട്. JCB-യിൽ പുയ്യാപ്പിള പാളയിൽ വലിച്ചിട്ട് പുയ്യാപ്പിളെ കൊണ്ടുപോകാം. വൃത്തികേടുകൾ ഇങ്ങനെ വേഷം കെട്ടിയിട്ട് മറ്റേ പ്രാകൃത ആദിവാസികളുടെ രൂപത്തിലൊക്കെ എലിയും പുല്ലുമൊക്കെ വെച്ചിട്ടിട്ട് പുയ്യാപ്പിള പോവാം അല്ലെ. ആനപ്പുറത്ത് പോവാം. ആനപ്പുറത്തും സഹിക്കാം. ആന നമ്മുടെ നാട്ടിൽ കുറച്ചുണ്ട്. ഒട്ടകപ്പുറത്ത് പോവാം. ഇതൊക്കെ നടക്കുക. ഇതൊക്കെ നമ്മൾ കണ്ടും കേട്ടും സമൂഹം ഇങ്ങനെ ഇരിക്കുക. അതൊക്കെ തിരിച്ചും കണ്ടും ഇങ്ങനെ ഇരിക്കാം. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ തലേ ദിവസം ഒടിച്ചു കൂത്താടുന്നു, ആടുന്നു, പാടുന്നു, ആട്ടും പാട്ടും നൃത്തവും പരിപാടികളും. എന്നൊരു കല്യാണം നടന്ന് പുയ്യാപ്പിള പോകുന്ന രൂപം ഇങ്ങനെ അല്ലെ. പോകുന്ന വഴിക്കുള്ള മനുഷ്യരെ മുഴുവനും ഉപദ്രവിച്ചിട്ട്, ഫോം അടിച്ചിട്ട്, അതുപോലെ തന്നെ പെയിന്റ് അടിച്ചിട്ട് ഹോളി ആഘോഷിക്കുമ്പോ കാണില്ലേ, ഹോളി അങ്ങനെയാണ് പോകുന്നത്. പിന്നെ തലേന്ന് അന്നത്തെ രാത്രിയൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വീടൊക്കെ അലങ്കോലമാക്കുക. നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. മുസ്ലിം വടക്ക് മലബാർ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം താമസിക്കുന്ന പ്രദേശം അവിടെ നടക്കുക. വീടൊക്കെ അലമ്പാക്കുക. നായ്ക്കുറങ്ങപ്പൊടി ബെഡ്റൂമിലൊക്കെ വിതറി കയറി ചെന്നപ്പോ അതിലും മോശപ്പെട്ട വൃത്തികേടുകൾ കാണിച്ചു വെച്ചു അല്ലേ. ഇപ്പൊ ഇന്നാള് നമ്മളൊരു വീഡിയോ കണ്ട് ഒരാള് ഒരുത്തന്നെ കുറിച്ചിട്ട് ആകെ ഈ എന്താ പറയാ സോപ്പ് എന്തോ ഒരു സാധനത്തിൽ പൊതിയണം. എന്താണ് ഇതിങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ നോക്കിയിരിക്കാം. അപ്പൊ പിന്നെ അതിന്റെ പിന്നിലെ വേറൊരു വീഡിയോ വന്നു. ഇത് ഇവന്റെ കല്യാണത്തിന് മറ്റൊന്നിലേറെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് പകരം എവിടെയാണ് ഈ ഉമ്മത്ത് എത്തിയിരിക്കുന്നത്? ഇത് കണ്ട് നമുക്ക് തോന്നില്ലേ? ദീനിൽ വളരെ പവിത്രമായിട്ടുള്ള ഒരു കർമ്മ, ഒരു ഇബാദത്താണ്. പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു നിക്കാഹ് എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ് നമ്മൾ നിർവഹിക്കുന്നത്. എത്ര പവിത്രമായും എത്ര മാന്യമായും നടക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. എത്ര അന്തസ്സോടുകൂടി നടക്കേണ്ട ഒരു സംഗതിയാണ്. അതിനെയാണ് ഇങ്ങനെ ഈ പറഞ്ഞ വൃത്തികേടുകളുടെ ഒരു പൂരമാക്കിയിട്ട് നമ്മൾ മാറ്റിയിരിക്കാം. ഇതെവിടെയോ നടക്കുന്നു വെച്ചാലും എല്ലാം കുറച്ചൊക്കെ നമ്മളെ അടുത്തേക്കും വരിക. ആ വരുന്നതിന്റെ രൂപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ കല്യാണം നടക്കും, നിക്കാഹ് നടക്കും. ഞങ്ങൾ വലിയക്കന്മാരൊക്കെ പോയിട്ട് നിക്കാഹും കുത്തുവൊക്കെ നടത്തിയിട്ട് എന്നോട് 1-2 സ്ഥലത്ത് നിന്ന് ആളുകൾ പറഞ്ഞു, നിങ്ങൾ വേഗം ചോറ് വെച്ചിട്ട് പോയിക്കോട്ടോ, ഭക്ഷണം കഴിച്ച് വേഗം പോയിക്കോ. എന്താ അല്ല, ഇവിടെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമാവും. ആ വിഷമായി. ഒരിടത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാന് പിന്നെ കഴിയൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. എന്തോ ഒരു കൂക്കുവിളി, എവിടുന്ന ഈ ആർപ്പുവിളി എവിടുന്നാന്ന് വിചാരിച്ച് വെറുതെ ഓഡിറ്റോറിയത്തിലേക്ക് നോക്കിയതാ. അപ്പൊ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് ആർപ്പുവിളി, അവിടെ നിന്നാണ് കൂക്കിവിളി. അപ്പൊ ഈ കൂക്കി വിളിക്കാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാനിപ്പോ നിക്കാഹും നടത്തി കൊടുത്ത് ഉദ്രവം നടത്തി ഞാൻ ഭക്ഷണം കഴിച്ചിങ്ങോട്ട് പുറത്തിറങ്ങി വരുമ്പോഴേക്ക് ഈ കൂക്കി വിളിക്കാനും ഇവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കുമ്പോ എന്താ, ആ സ്റ്റേജിൽ ഈ ഭാര്യയും ഭർത്താവ് ഈ ദമ്പതികളില്ലേ നമ്മളിപ്പോ കെട്ടിച്ചു വെച്ച അവര് പലജാതി കോപ്രായങ്ങൾ കാട്ടാം. അവരെ കൊണ്ട് കാണിക്കുക. ഇതിന് ഡയറക്ടർമാർ മുന്നിൽ നിൽക്കും, സ്റ്റുഡിയോക്കാരും ക്യാമറമാരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറയല്ല. അങ്ങനെ കാണിക്കും. അപ്പൊ എന്തിനായി കൂക്കി വിളിക്കുന്നത്? കെട്ടിപ്പിടിക്കുന്നത്. അപ്പൊ കെട്ടിപ്പിടിക്കും. വട്ടം കറങ്ങി നൃത്തം ചെയ്യും. അപ്പൊ വട്ടം കറങ്ങി നൃത്തം ചെയ്യും. പിന്നെന്ത് വേണം? ഉമ്മ വെക്കുക. അപ്പൊ ഉമ്മ വെച്ചു. മാരകമായ കൂക്കിവിളി. ഞാൻ അന്വേഷിച്ച് ഇതാരാണ്? ഇതിനൊന്നൊരു നാഥനില്ലേ? എന്ത് തോന്നിയാസവും നടത്താൻ പറ്റും മനുഷ്യന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ അല്ലേ,
ലജ്ജ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ നാണവും മാനവും എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗം. ഔട്ടും അടക്കവും ഒതുക്കവും എന്ന് പറഞ്ഞൊരു സംഗതി ആ സംഭവമില്ല. എന്നിട്ട് ഇതിങ്ങനെ തോന്നിയമാരൊക്കെ കാണിക്കാം. ഉമ്മവെക്കാനും കെട്ടിപ്പിടിക്കാനൊക്കെ തന്നെ കല്യാണം കഴിക്കുന്ന ആർക്കും അറിയാത്ത കഴിക്കുന്നതും കഴിപ്പിക്കുന്നതൊക്കെ അതിന്. പക്ഷെ അതിന്റെയൊക്കെ അതൊരു രീതിയും ഒളിയും മറയൊക്കെ ഉണ്ട്. വിശുദ്ധ അവിടെ നിന്നൊക്കെ പോയിരിക്കുകയാണ്. അപ്പൊ ഇതെന്തിനെങ്ങനെ അത്രയും പറഞ്ഞ് സീരിയസ് ആയിട്ട് പറയുന്ന ഗൗരവത്തോടു കൂടി പറയാം. പള്ളി പറയുന്നതായിട്ട് നിങ്ങൾ കരുതരുത്, ഗൗരവത്തോടു കൂടി പറയാം. എന്താ പറയണെന്നറിയോ? നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശത്ത് നമ്മളാണ് ഇത് കൊണ്ടുവരുന്നത്. ഇതിന് ഉത്തരവാദികൾ നമ്മളാണ്. വളരെ പവിത്രമായി മാന്യമായി നടന്നുകൊണ്ടിരുന്ന ഒരു സംഗതിയെ അലങ്കോലപ്പെടുത്തുന്ന, എവിടേക്കോ എന്തോ നടക്കുന്ന അതൊക്കെ ഇവിടേക്ക് ഇങ്ങനെ മെല്ലെ 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 കയറി അരിച്ചരിച്ചിങ്ങനെ വരിക. ദബ്ബയിലേക്കും ദാഉല്ലുമമി ഖബലക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളിലേക്ക് ഇങ്ങനെ പാമ്പ് ഇഴഞ്ഞു വരുന്നത് പോലെ ഈ പറഞ്ഞ അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ, ആഭാസത്തരങ്ങൾ, വൃത്തികേടുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കാം. നമ്മൾ ജാഗ്രത പാലിക്കണം. നമ്മൾ തീരുമാനിച്ചാൽ മതി. ഇതൊന്നും ദീനില്ല, ഇതൊന്നും സമൂഹം അംഗീകരിക്കുന്നത് മാന്യതയ്ക്ക് യോജിക്കുന്നില്ല. മറ്റു പലരുണ്ടല്ലോ കല്യാണം നടത്തി ഈ പറഞ്ഞ ഖുർആൻ ഹദീസും ഖുർആൻ ക്ലാസും മദ്രസയും പള്ളി ഒന്നും ഇല്ലാത്തവരുണ്ട് കല്യാണമൊക്കെ നടത്തണം. അവിടങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളും വിന്യാസങ്ങളും ഇല്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പവിത്രമായിട്ട് നടക്കേണ്ടുന്ന നിക്കാഹ് എന്ന് പറയുന്നത് ഒരു ഇബാദത്തായിട്ട് നടക്കേണ്ടുന്ന സംഗതിയാണ്. അപ്പൊ അവിടെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ടാവും. അനിയന്ത്രിതമായി സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് കൂടിക്കലർന്ന് അല്ലെ, ഈ പറഞ്ഞതുപോലെ ഡാൻസും ആട്ടവും പാട്ടും, ഇത്തരം സംഗതികൾ സംഭവിക്കാൻ പാടില്ല. അത് ഇതിന്റെ പവിത്രതയെ ഹരിക്കുന്ന സംഗതിയാണ്. പടച്ച റബ്ബിന്റെ കോപം വരുത്തി വെക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, റബ്ബിന്റെ ജനങ്ങളുടെ തൃപ്തി, ഹദീസ് ഇങ്ങനെയാണ്, ജനങ്ങളുടെ തൃപ്തി ആഗ്രഹിച്ചിട്ട് റബ്ബിന്റെ കോപമാണ് നിങ്ങൾ വരുത്തുന്നുവെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ രക്ഷപ്പെടില്ല. അള്ളാന്റെ കോപം ദുനിയാവിലും ആഖിറത്തിലും നിൽക്കണ്ടാവും. ആളുകളെ പ്രീതിപ്പെടുത്താൻ, പടച്ചവന്റെ അനിഷ്ടം സമ്പാദിച്ചിട്ട് അല്ല, നേരെ മറിച്ച് പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി ജനങ്ങൾ നിങ്ങളെ വെറുത്താൻ, പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പടപ്പുകൾ നിങ്ങളോട് അനിഷ്ടം കാണിച്ചാൽ അത് നിങ്ങൾക്ക് ഹൈറാണ്. കാരണം പടച്ചവന്റെ തൃപ്തിയും കുറിച്ചുമാണ് പ്രധാനം. അപ്പൊ ആളുകൾ അങ്ങനെ പലതും പറയും, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി, അങ്ങനെ വേണം, അവിടെ അങ്ങനെ ഉണ്ടായി, ഇവിടെ അങ്ങനെ ഉണ്ടായി, അങ്ങനെ ആക്കി, ഇവിടെ അങ്ങനെ ആക്കി, ഇവിടെ അങ്ങനെ പലതും പറയും. പക്ഷെ നമ്മുടെ ഒരു നിലപാട് ദീനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള നിലപാടെടുക്കണം. അത് നമ്മുടെ മഹല്ലിലും നമ്മുടെ പ്രദേശത്തും ഒക്കെ ഉണ്ടായി. അപ്പൊ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ നടക്കുന്ന ഭക്ഷണ പരിപാടികളുണ്ട്. ഭക്ഷണം കൊടുക്കണം. ഔലും ബലവും ബിശാത്തിൻ, ഒരാടിനെ അറുത്തിട്ടെങ്കിലും ഒരു പാർട്ടി നടത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അത് സുന്നത്തല്ലേ? സുന്നത്താണ്. പക്ഷെ അതും പരിധി വിട്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക്. അപ്പൊ ആരെയാണ് നമ്മൾ കല്യാണത്തിന് ക്ഷണിക്കേണ്ടത്? ആരാണ് നമ്മുടെ കല്യാണത്തിൽ പങ്കെടുക്കേണ്ടത്? നമ്മുടെ കല്യാണം സന്തോഷവേളയാണല്ലോ. ആ സന്തോഷവേളയിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ പങ്കെടുക്കണം, പങ്കെടുപ്പിക്കണം. അതിനാണ് ഇത്ര അവസരങ്ങളൊക്കെയാണ്. നമ്മുടെ സുഹൃത്തുക്കൾ അല്ലേ, അടുത്ത സുഹൃത്തുക്കളൊക്കെ പങ്കെടുക്കണം, സുഹൃത്തുക്കൾ പങ്കെടുക്കണം, അയൽവാസികൾ പങ്കെടുക്കണം. അപ്പൊ സ്വന്തം കൂട്ടവും കുടുംബവും ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളും ഒക്കെ കൂടുന്ന, അപ്പൊ അതൊരു ന്യായമായ ഒരു, ചില ആളുകൾക്ക് അത് കുറച്ച് കൂടുതലുണ്ടാവും. കുറച്ചുകൂടി പൊതുജന ബന്ധമുള്ള ഒരാളാണ് സുഹൃത്തുക്കൾ കൂടുതലുണ്ടാവും. വലിയ കുടുംബക്കാർ കൂടിയാൽ തന്നെ 2000 ആളുണ്ടാവും അല്ലേ, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അതൊക്കെ അംഗീകരിക്കാവുന്ന സംഗതിയാണ്. അപ്പൊ എന്തിനാ ഈ കല്യാണം? ഇതുകൊണ്ട് ഉണ്ടാകുന്ന സംഗതി എന്താ? ആളുകൾ വരുന്നു, കാണുന്നു, സ്നേഹവും ബന്ധവും ഒക്കെ പുതുക്കുന്നു. 10,000 ആള്, 20,000 ആള്, 50,000 ആളെ കല്യാണം നടത്തിയിട്ട് നിങ്ങൾക്ക് സ്നേഹവും ബന്ധം ഉണ്ടാവും? ആളുകളെ കാണാനോ വന്നവരെ കാണാനോ സ്വീകരിക്കാനോ ബന്ധം പുതുക്കാനോ നമുക്ക് സാധിക്കും? ഒന്നും സാധിക്കില്ല. അതിലൂടെ ആകെ സംഗതി ഈ പൊങ്ങച്ചമാണ്. ഈ പൊങ്ങച്ചത് ഭയങ്കര കാര്യം. 3 ദിവസം കല്യാണം, ഒരാഴ്ച കല്യാണം നടത്തി, തലേന്നും കല്യാണം, പിറ്റേന്നും കല്യാണം. പിന്നെ ഇത് ജനങ്ങൾ ഇങ്ങനെ പറയില്ലേ ഭയങ്കര കല്യാണം. ഇത് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ദൂർത്ത് കാണിച്ചിട്ട് ആ ദൂർത്ത് കണ്ടിട്ട് ആളുകൾ നമ്മളെ സ്നേഹിക്കൂല. ആളുകൾക്ക് ഇടയിൽ നമുക്ക് മതിപ്പും ബഹുമാനം ഒന്നും ഉണ്ടാവില്ല. മറിച്ച് ആളുകൾ വേണ്ടാത്ത വർത്താനങ്ങൾ പറയാ ചെയ്യാം. പടച്ചവനും നമ്മൾ ഇഷ്ടപ്പെടില്ല, പടപ്പുകളും നമ്മൾ ഇഷ്ടപ്പെടില്ല. കാരണം എന്താണെന്നറിയോ? ധൂർത്ത് അരുത്. കല്യാണമാണെങ്കിലും സൽക്കാരാണെങ്കിലും വീടാണെങ്കിലും വാഹനമാണെങ്കിലും എവിടെയും ധൂർത്ത് നിങ്ങൾ ചെയ്യരുത് മക്കളെ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ഈ ദൂർത്തടിക്കുന്ന ഒരു പിശാചിന്റെ സഹോദരന്മാരാണ്. പിശാചിന്റെ കൂടെ പിറന്നവനാണ് ജനങ്ങളുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, അനാവശ്യമായിട്ട് അല്ലേ ഈ പറഞ്ഞ സംഗതികൾ ചെയ്യും. ചിലരൊക്കെ ഇതിപ്പോ അവരങ്ങനെ ചെയ്തല്ലേ, ലോൺ എടുത്തിട്ടും കല്യാണം നടത്തി. ആർക്കാ? എന്തിനാ?
കടം വരുത്തി വെച്ചിട്ട് കടം വാങ്ങിയിട്ട് പിന്നെ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ അല്ലേ? ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളല്ലേ? അരുത്. ന്യായവും മാന്യവുമായിട്ടുള്ള മിതത്വം എന്ന് പറയുന്നത് നമ്മുടെ ദീനിന്റെ എല്ലാ സംഗതികളിലുണ്ട്. അതിൽ ഖൈറുണ്ട്. ഖൈറുൽ ഉമൂരി ഔസത്തുഹ. ഏത് കാര്യത്തിലും മിതത്വം. അപ്പൊ നമുക്ക് നമ്മുടെ റേഞ്ചിൽ നിന്നിട്ട് അവരവന് വലിയ കല്യാണം നടത്തി വലിയ പാർട്ടി 10,000 ആളാണ്, ആയിക്കോട്ടെ. എനിക്ക് 1000 ആൾക്കാർക്ക് പരിപാടിക്കുള്ള കപ്പാസിറ്റി ഉള്ളു, അത്രയും മതി. ഞാൻ എന്റെ ബന്ധുക്കൾ കൊടുക്കുമ്പോൾ സുഹൃത്തുക്കൾ അടുത്തുള്ള ഒരു മാന്യമായ ഭക്ഷണം അല്ലെ, ഭക്ഷ്യമേളകൾ നടത്തിയിട്ട് എന്നിട്ട് കണ്ടമാനം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചില്ലേ, കഴിഞ്ഞ ആഴ്ച ഒരാൾ ഒരു വലിയ പ്രതിസന്ധിയിൽ കുടുങ്ങിയിട്ടുള്ള ഒരാളെ കുറിച്ചുള്ള ഒരു വാർത്തകളൊക്കെ വായിച്ചില്ലേ? പേരും കാര്യം ഒന്നും പറയണ്ട. എന്നിട്ട് പിന്നെ അതിന്റെ അടിയിൽ കുറെ കമന്റ്സുകൾ വന്നില്ലേ? അങ്ങനെ കമന്റ്സുകൾ വന്ന കൂട്ടത്തിൽ വന്ന കമന്റ്സുകൾ നിങ്ങൾ കണ്ടില്ലേ? ലക്ഷക്കണക്കിന് രൂപയുടെ ഭക്ഷണങ്ങൾ കൊണ്ടുപോയി കുഴിച്ചിട്ടുന്ന രൂപത്തിലുള്ള കല്യാണങ്ങളും പരിപാടികളൊക്കെയാണ് ആളുകൾ നടത്തുന്നത്. ഇത്തരത്തിൽ അങ്ങനെയാണ് ഈ കടങ്ങളും ബാധ്യതകളും വരുന്നത്. അവിടെയൊക്കെ വടക്ക് ഭാഗത്തൊക്കെ അങ്ങനെയാണ്. എനിക്ക് സുഹൃത്തുക്കളുണ്ട് വടക്ക് ഭാഗത്തൊക്കെ കല്യാണം, വലിയ കല്യാണം സെറ്റപ്പ് ഉണ്ടാക്കുമ്പോൾ തന്നെ അത് കുഴി ഒന്ന് അവിടെ തന്നെ വെട്ടിവെക്കും. ഇപ്പൊ കുറച്ച് ചെറുപ്പക്കാരൊക്കെ മുമ്പിൽ വന്നിട്ട് സംഘങ്ങളൊക്കെ ആയിട്ട് ഈ ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പക്ഷെ എല്ലായിടത്തും അത് വേണ്ടത്ര എത്തുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ, വില കൂടിയ ഭക്ഷണങ്ങളില്ലേ, ഒരു നേരം പോലും മാന്യമായിട്ട് കഴിക്കാൻ കഴിയാതെ മനുഷ്യരും പട്ടിണി കിടന്ന് മരിക്കുന്ന രാജ്യത്തും ലോകത്തും ഇത് കൊണ്ടുപോയിട്ട് വലിയ കബറുകൾ വെട്ടിയിട്ട് എടുത്ത് കുഴിച്ചു മൂടാം. എന്നിട്ട് അതിനെപ്പറ്റി ഒരു കാർട്ടൂൺ വന്നു. കബർ വെട്ടുമ്പോ ഈ ഭക്ഷണം കുഴിച്ചു മൂടാനുള്ള കുഴി വെട്ടുമ്പോഴേ ആചാര്യ അതിന്റെ വക്കത്തിരുന്നിട്ട് പറയാണ്, കുറച്ചും കൂടെ ആഴത്തിൽ കുഴിച്ചോ, മറ്റേ ആചാര്യന്റെ വീട്ടിൽ കുഴിച്ചതിനേക്കാൾ കൂടുതൽ നമുക്ക് കുഴിച്ചിടണം. കാർട്ടൂൺ ഞാൻ കണ്ടത്. അപ്പൊ എന്തിനാ? അപ്പൊ തൂർത്ത്. പ്രിയപ്പെട്ടവരെ, അരുത്. നമ്മൾ വളരെ മാന്യത. ഇതിൽ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റണം. ഇതിപ്പോ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അവനും സമ്മതിക്കില്ല, അവളും സമ്മതിക്കില്ല. നമുക്കൊരു വ്യക്തിത്വം ഇല്ലാതെ പോവാം. അതുകൊണ്ട് സഹോദരിമാരും സഹോദരന്മാരും, പ്രത്യേകിച്ച് സഹോദരിമാരുടെ സപ്പോർട്ട് ഈ വിഷയത്തിൽ വളരെ പ്രധാനമാണ്. നമ്മുടെ കല്യാണത്തിന് തോർത്തില്ല, നമ്മുടെ കല്യാണത്തിന് ആഭാസല്ല, നമ്മുടെ കല്യാണത്തിന് ആണും പെണ്ണും കൂടി കലർന്നിട്ടും വേണ്ടാത്ത രീതികൾ കാണിച്ചിട്ടുള്ള പരിപാടികളില്ല. അന്തസ്സാർന്ന മാന്യമായ ഒരു നല്ല പരിപാടി, അതാണ് നമ്മുടെ കല്യാണം. ഇങ്ങനെ തീരുമാനിക്കണം. ഇതാണ് ദീൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിലും നാട്ടിലൊക്കെ ആ രൂപത്തിൽ, അതാണ് വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 അടിസ്ഥാനപരമായ കാര്യങ്ങൾ. ഒന്ന്, ഭക്ഷണത്തിലും മറ്റും വരുത്തുന്ന ദൂർത്ത് ഒരിക്കലും ന്യായീകരിക്കപ്പെടാൻ പാടില്ല, അത് തെറ്റാണ്. മറ്റൊന്ന്, അതിന്റെ പേരിൽ നടക്കുന്ന ആഭാസങ്ങൾ, മാന്യതക്ക് നിരക്കാത്ത പരിപാടികൾ, അനിയന്ത്രിതമായ കൂടിക്കലറുകൾ. അതാ പറഞ്ഞു, ആണും പെണ്ണും കൂടി ഒരുപോലെ കലർന്ന് കൂടി ഫോട്ടോ എടുത്തിട്ടോ തിരക്കിയിട്ട് തിക്കിയിട്ടും ഇല്ല. അതിന് അനുവാദമുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു കല്യാണത്തിനാണെങ്കിലും ഇല്ല, സ്റ്റേജിലാണെങ്കിലും ഇല്ല, സദസ്സിലാണെങ്കിലും ഇല്ല. സ്വയം നിയന്ത്രിക്കുന്ന ഒരു മാന്യമായ ഒരു അച്ചടക്കമുള്ള ഒരു ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കണം എന്നത് വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അടിസ്ഥാനപരമായ 2 കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ ചിലർക്ക് ഇൻഷാ അല്ലാഹ് കൂടുതൽ പറയും. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. പടച്ച റബ്ബ് നമ്മളെ തുണക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ആഴ്ച നമ്മുടെ പള്ളിയിൽ നമ്മുടെ വാർഡ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്നു. നിങ്ങളെല്ലാവരും ആ വോട്ടിങ്ങിലൊക്കെ പങ്കെടുത്തു. പള്ളി, മഹല്ല് എന്നത് നമ്മുടെ വീടും കുടുംബവും വീട്ടുകാര്യങ്ങളും നമുക്ക് എത്ര പ്രധാനമാണോ അത്രയും പ്രധാനമാണ് നമ്മുടെ പള്ളിയും നമ്മുടെ മഹല്ലും നമ്മളെ സംബന്ധിച്ചോ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. ആ വീട്ടുകാര്യം ആരെങ്കിലും നടത്തിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മളെ വഴിക്ക് പോകില്ലല്ലോ, ഇല്ല. എന്നാലും പള്ളിയും മഹല്ലും ഒക്കെ അങ്ങനെ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ആളുകൾ വോട്ടിങ്ങിലൊക്കെ പങ്കെടുത്തു. വൈകുന്നേരം വരെ അതിന്റെ എണ്ണലും കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നു. അതിന്റെ റിസൾട്ട് അവിടെ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2 പ്രാർത്ഥനയാണ് ഇപ്പോൾ ആ വിഷയത്തിലുള്ളത്. ഒന്ന്, ഈ കടമ നിർവഹിച്ചത്, അതൊരു അമാനത്ത്. എന്റെ നാട്, എന്റെ പള്ളി, എന്റെ മഹല്ല്, ഇവിടെ ദീനിന്റെ കാര്യങ്ങൾ നന്നായി നടക്കണം, അതിനൊരു സംഘം വരണം. അപ്പൊ അതിന് എന്റെ അഭിപ്രായം ഞാൻ പറയണം, രേഖപ്പെടുത്തണമെന്നല്ല. ആ അമാനത്ത്, ആ കടമ നിർവഹിച്ചുകൊണ്ട് ആ വോട്ടിങ്ങിൽ പങ്കെടുത്ത നിങ്ങളെയൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരു ലോകത്തും ഖൈറും ബർക്കത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
അതാണ് ഒരു പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന എന്താണെന്നറിയോ? ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘമുണ്ട്, ഇനി 2 കൊല്ലത്തേക്ക് അവരാണ് നമ്മുടെ വാർഡ് കൗൺസിൽ, അവരാണ് നമ്മുടെ വാർഡിലും ദീനീ പ്രവർത്തനങ്ങളും നമ്മുടെ പള്ളിയുടെ പരിപാലനവും മറ്റു കാര്യങ്ങളൊക്കെ അവരാണ് നടത്താൻ. അതിൽ നമ്മളൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെ പരിചയസമ്പന്നരുണ്ട്, പുതുമുഖങ്ങളും ചെറുപ്പക്കാരൊക്കെ ഉള്ള നല്ലൊരു സംഘമാണ്. ആ സംഘത്തിന് അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ ചുമതലകൾ ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പേരുവിവരങ്ങളൊക്കെ പുറത്ത് നോട്ടീസിലുണ്ട്, ആവശ്യമുള്ളവർക്ക് അവിടെ നോക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, കഠിനമായ ചൂടിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇപ്പോൾ നല്ല ജാഗ്രത ഉണ്ടാവണം. ബന്ധപ്പെട്ടവരും അധികാരികളും ഭരണാധികാരികളും ഒക്കെ പറയുന്നുണ്ട്. ഇന്നലെ ഒന്ന് റിപ്പോർട്ട്, ചൂട് കാരണം മരണപ്പെട്ട, ചൂട് കാരണം ഇഴജന്തുക്കൾ പുറത്തിറങ്ങി വീടുകളിലും മറ്റൊക്കെ ഒന്ന് പാമ്പ് കടിയേറ്റ് മരിച്ച അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സൂര്യാഘാതമേറ്റിട്ട് പൊള്ളലേറ്റ പ്രശ്നങ്ങൾ പത്രത്തിൽ ഇന്ന് പലതും വായിച്ചു. അപ്പോൾ നല്ല കരുതൽ മക്കളെയും കുട്ടികളെയൊക്കെ പ്രത്യേകം ഒരു 11 മണിക്ക് ശേഷം 4 മണിയുടെ ഇടയിൽ അത്യാവശ്യമായിട്ടുള്ള യാത്ര, പ്രത്യേകിച്ചും ഈ 2 വീലറിലുള്ളൊക്കെ യാത്രകളൊക്കെ എന്താ പറയാ, അത്യാവശ്യമല്ലാത്ത യാത്രകളൊക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് നമ്മളതായ ഒരു കരുതൽ നമ്മൾ എടുക്കണം എന്നതാണ്. പിന്നെ വെള്ളത്തിന്റെ ക്ഷാമമുണ്ട്, എല്ലായിടത്തും ഉണ്ട്, ഇപ്പൊ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കൂട്ടായിട്ട് പരിഹരിക്കണം. എവിടെയാണ് വെള്ളം ഇല്ലാത്തവർക്ക് എത്തിക്കാനുള്ള മാർഗവും വഴിയും ഒക്കെ നമ്മൾ കൊടുക്കണം, അല്ലെ? വെള്ളം പൊതു സ്വത്താണ് കേട്ടോ. ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 കാര്യങ്ങൾ പൊതു സ്വത്താണ്. ഒന്ന് വെള്ളം, ഒന്ന് തീ, ഒന്ന് പുല്ല്. കാലികൾക്കുള്ള തിന്നാനുള്ള പുല്ല് പൊതുവാണ്. വെള്ളം പൊതു സ്വത്താണ്, തീയും പൊതു സ്വത്താണ്. ആ തീ പൊതു സ്വത്താന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അത് പെട്രോളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളൊക്കെ കണ്ടിട്ടില്ലേ? ചുരുക്കി പറഞ്ഞാൽ ഈ വെള്ളമൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ നമ്മുടെ കെറ്റിൽ കുറച്ച് വെള്ളം അപ്പുറത്തില്ലെങ്കിൽ അവർക്ക് അത് കൊണ്ടുപോകണം, വെള്ളം അനുവാദമുണ്ട്, അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. വെള്ളമില്ലാത്തവന് വെള്ളം കൊടുക്കുക. അഫ്ളലു സദഖത്തി സഖയുൽ മാ. എവിടെങ്കിലുമൊക്കെ കുടിവെള്ളം വെക്കാൻ പറ്റുണ്ടോ നിങ്ങൾക്ക്? ഒരു കുടിവെള്ളത്തിന്റെ ഒരു പാത്രം ഇവിടെ ഒരു കൂളർ അല്ലെങ്കിൽ അവിടെ ഒരു സംഗതി. ഇപ്പൊ ഇവിടുന്നൊക്കെ വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട്, പലയിടത്തും വന്നിട്ട് പുറത്തുനിന്ന് വന്നിട്ട്. അപ്പൊ അവിടെ ഇവിടെയൊക്കെ തന്നെ കുടിവെള്ളങ്ങളൊക്കെ സജ്ജീകരിക്കാൻ ഏറ്റവും നല്ല ധർമ്മം, ശ്രേഷ്ഠമായ ധർമ്മം വെള്ളം കുടിക്കാൻ കൊടുക്കലാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. മരിച്ചുപോയ എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് നബി എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി സദഖ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോ നബിയോട് ചോദിച്ചു, എന്ത് സദഖ ഞാൻ ചെയ്യേണ്ടത്, എന്ത് സദഖ നിനക്ക് കഴിയാം എന്ന് നബി പറയുന്നു. നബി പറഞ്ഞു, കുറച്ച് ആളുകൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു. നമുക്ക് അതിന്റെ ഒരു പ്രാധാന്യം, വെള്ളമില്ലാത്ത അല്ലെങ്കിൽ കുടിവെള്ള പ്രശ്നമൊക്കെ ഉള്ള ഒരു പ്രദേശത്ത് അതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രദേശത്ത് അങ്ങനെ വിഷമം അനുഭവിക്കുന്ന ആരും ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളമൊക്കെ ഒരു പാത്രത്തിൽ പുറത്തും വെച്ചോളൂ. എന്താ അറിയോ, പക്ഷികൾ, പറവകൾ, ജന്തുക്കൾ, ജീവജാലങ്ങളും ഒക്കെ എല്ലാവർക്കും ആവശ്യമുണ്ട്. അവർക്കത് ചോദിക്കാനും പറയാനൊന്നും വയ്യ. അപ്പൊ അങ്ങനെ ഈ ഒരു 1-1.5 മാസം ഒരു പക്ഷേ നമ്മൾ കുറച്ച് പ്രയാസത്തിലൂടെയാണ് കടന്നു പോവുക. അത് നമ്മൾ ഒന്നിച്ച് ചേർന്നിട്ട് അതിനെയൊക്കെ നേരിട്ട് കടന്നു പോകാൻ വേണ്ടി ശ്രമിക്കാൻ നല്ല കരുതലും ജാഗ്രതയും ഉണ്ടാവുക. പ്രാർത്ഥിക്കുക. നമുക്ക് താങ്ങാനാവാത്ത ഭാരങ്ങളാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ. ഈ പരീക്ഷണങ്ങളെ കടന്ന് നേരിട്ട് മുന്നോട്ട് പോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കരുത്തും കഴിവും നൽകുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാൻ. ഞങ്ങളുടെ പാവങ്ങൾ പുറത്തു തരണേ നാഥ. ലോകത്തും ഞങ്ങളെ വിജയിപ്പിക്കണേ തമ്പുരാൻ. ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ശിഫ നൽകണേ നാഥ. ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാൻ. ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ റബ്ബേ. അവരുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കണേ നാഥ. അവരുടെ ഖബറിലേക്ക് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ തമ്പുരാൻ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് താങ്ങാനാവാത്ത ഭാരങ്ങളാൽ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. നിന്റെ അനുഗ്രഹം മഴയായി ഞങ്ങളിൽ വർഷിക്കണേ തമ്പുരാനെ. നിന്റെ അനുഗ്രഹം മഴയായി ഞങ്ങളിൽ വർഷിക്കണേ തമ്പുരാനെ. നിന്റെ കാവലും തുണയും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين. أقم الصلاة.